രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്തു. പാലക്കാട് ജില്ല അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ തന്നെ അദ്ദേഹം വന്ന് വോട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ അദ്ദേഹത്തോട് പോയി ചോദിച്ചു. കേരളം കാത്തിരുന്ന ചോദ്യങ്ങൾ, കേരളം ഇങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ച വളരെ നിർണായകമായ രാഷ്ട്രീയ സമ്മർദ്ദമുള്ള കുറെ ചോദ്യങ്ങൾ. എന്തൊക്കെയാണ് ചോദിച്ചതെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരും ചിരിക്കരുത്. ഇത്രയും കാലം താങ്കൾ എവിടെയായിരുന്നു? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഒളിവിലായിരുന്നു. മൂന്നാമത്തെ ചോദ്യം, എവിടെയായിരുന്നു ഒളി സങ്കേതം, എവിടെയായിരുന്നു ഒളിച്ചിരുന്നത്? നാലാമത്തെ ചോദ്യം, ഫോണിൽ വിളിച്ചിട്ട് താങ്കളെ കിട്ടുന്നുണ്ടായിരുന്നില്ലല്ലോ. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ഇനി ഒളിവിൽ പോകും. ഗംഭീരമായിരിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇതാണ് കേരളം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അറിയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ. ആ അഭിമുഖം ഒന്ന് കേട്ടു നോക്കുന്നു. തീർപ്പുണ്ടാക്കേണ്ടത്. അതിനപ്പുറം എനിക്ക് തൽക്കാലം ഒന്നും പറയാനില്ല. എല്ലാം പറയാനുള്ളതെല്ലാം ഞാൻ കോടതിയിൽ പറയും. എനിക്കെതിരെ പറയാനുള്ളതും കോടതിയിൽ തന്നെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അത് ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ. അതിനപ്പുറം ഒന്നും ഞാൻ പറയാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നു. ഇത്തരം പരാതി രാഷ്ട്രീയ തൽക്കാലം ഞാൻ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നു. തൽക്കാലം ഇതിനപ്പുറം ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നു. തൽക്കാലം ഇതിനപ്പുറം ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നു. പാലക്കാട് തുടരും MLA എവിടെയെന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ട ഒരു ബാധ്യതയില്ലേ? അത് വരും ദിവസം മനസ്സിലാവില്ല. അല്ല, 15 ദിവസം എവിടെയില്ല. പല വോട്ടർമാരും ചോദിക്കുന്നു MLA എവിടെയാണെന്ന്. ചേച്ചി, ഞാൻ ഇത്ര ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചോളൂ, ഇവിടെ തന്നെ ഉണ്ടാവോ? പാലക്കാടല്ലേ ഉണ്ടാവോ? നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അത് നമുക്ക് അറിയില്ലല്ലോ. കാരണം രാഹുൽ പെട്ടെന്നാണ് കണ്ണാടി പഞ്ചായത്തിലെ അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതായത് ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. വരും ദിവസം തന്നെ മനസ്സിലാവുമല്ലോ. അതിനകത്തൊരു തർക്കവും വേണം. ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ തന്നെ. ഇത്ര ദിവസം ഒളിവിലായിരുന്നോ? ബാക്കിയൊക്കെ നമുക്ക് പിന്നെ പറയാം. സമയം ബാക്കിയൊക്കെ നമുക്ക് പറയാമല്ലോ. ധൃതിയില്ലല്ലോ. ഇവിടെ ഉണ്ടല്ലോ. ശരി, കേട്ടല്ലോ. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചില മാധ്യമപ്രവർത്തകരുടെ പേരെടുത്ത് ചേച്ചി ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും അവരുടെ വായിൽ നിന്ന് ഒരു കനപ്പെട്ട ചോദ്യം, സീനിയർ ജേർണലിസ്റ്റുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നിരിക്കണം, അവരുടെ ആരുടെയെങ്കിലും വായിൽ നിന്നൊരു കനപ്പെട്ട ചോദ്യം ഇത്രയേ ഉള്ളൂ. പാർട്ടി നിങ്ങളെ പുറത്താക്കിയിരിക്കുകയല്ലേ, നിങ്ങൾ MLA സ്ഥാനം രാജിവെക്കുമോ? ഒരു ചോദ്യം. എവിടെ? ഇല്ലേ ഇല്ല. ഇതിൽ നിന്ന് എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ അനുമാനിക്കുന്നത്? മറ്റൊന്നുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആരാധകന്മാരുമാണ് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും. മാധ്യമപ്രവർത്തകർ മാത്രമല്ല, ബഹുഭൂരിപക്ഷം ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആരാധകരാണ്. അയാളുടെ ചിരിയിലും വളരെ എളിമയും വിനയവുമുള്ള വാക്ചാതുരിയിലും ഒക്കെ ആളുകൾ വീണു പോയിരിക്കുന്നു. അയാൾ പീഡിപ്പിച്ചാൽ എന്ത്, ഗർഭിണിയാക്കിയാൽ എന്ത്, അതൊക്കെ അയാളുടെ ക്വാളിറ്റിയായി കേരളത്തിലെ ഒരു 70% സ്ത്രീജനങ്ങളും കണക്ക് കൂട്ടി മനക്കോട്ട കെട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ടാണ് സ്ത്രീപക്ഷം കൂടുതലുണ്ടായിരുന്ന ആളുകളുടെ വായിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്. താങ്കളെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ചിലപ്പോ പരിഭവം തോന്നാം, ദേഷ്യം തോന്നാം. ഇവൻ ആര് എടുത്തു വെച്ച് ഇങ്ങനെയൊക്കെ അലക്കാനെന്ന്. അങ്ങനെയല്ല. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇപ്പൊ ദിലീപിന്റെ കാര്യം, നടൻ ദിലീപിന്റെ കാര്യവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യവും താരതമ്യപ്പെടുത്തിയിട്ട് ദിലീപ് കുറ്റവാളിയാണ്, ദിലീപിനെ അനുകൂലിച്ച് സംസാരിക്കുന്നവരൊക്കെ മോശക്കാരാണ്, ദിലീപ് പീഡകനാണ്, അല്ലെങ്കിൽ വഞ്ചകനാണ്, കൊട്ടേഷൻ വീരനാണ് എന്നൊക്കെ പറയുന്ന കുറെ ആളുകളുണ്ട്. അവരിൽ തന്നെയുള്ള ആളുകൾ, അതായത് പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർക്കിടയിൽ തന്നെ ദിലീപ് കൊള്ളരുതാത്തവനാണ് എന്ന് എഴുതി വെച്ചിട്ടുള്ള ആളുകളുണ്ട്. അത് അങ്ങനെ തന്നെ. ഇനി ദൈവം തമ്പുരാൻ ചോദിച്ചാലും ദിലീപിനെ ദൈവത്തിന്റെ കോടതിയിൽ നിന്ന് വെറുതെ വിട്ടാലും ആളുകൾ പറയും ദിലീപ് കുറ്റവാളിയാണ്. അങ്ങനെ ചിന്തിച്ച് വശം കെട്ടിയിരിക്കുന്ന ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒപ്പം ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയെ, 24 വയസ്സുള്ള യുവതിയെ അബോർട്ട് ചെയ്യിപ്പിച്ച ആൾ. രണ്ടാമത് വേറൊരു ചാനലിൽ മാധ്യമപ്രവർത്തകർ കൊണ്ട് പരാതി കൊടുത്ത അതിജീവിതം. അടുത്ത ബാംഗ്ലൂരിൽ നിന്ന് KPCC പ്രസിഡന്റിന് പരാതി കൊടുത്ത അതിജീവിതം. ഇവരൊക്കെ തെളിവുകൾ സഹിതം പരാതി കൊടുത്ത് 2 കോടതി, സെഷൻസ് കോടതിയും ഹൈക്കോടതിയെ അറസ്റ്റ് തടഞ്ഞു, സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചു. ഇനി കേസിന്റെ നാൾവഴികളും കേസിന്റെ വിചാരണയും വിസ്താരവും ഒക്കെ ഈ കിടക്കുകയാണ്. തെളിവുകൾ ഇനി അന്വേഷണ ഉദ്യോഗസ്ഥർ ഹാജരാക്കണം. ഇങ്ങനെ വലിയൊരു കടമ്പ കടക്കാനുണ്ട്. 8 വർഷത്തെ, ഒന്നുമില്ലെങ്കിലും ദിലീപിന്റെ കേസിൽ 8 വർഷത്തെ വിചാരണയും വിസ്താരവും ഒക്കെ കഴിഞ്ഞിട്ട് കോടതി തീരുമാനമെടുത്ത ശേഷമാണ് കുറെ ആളുകളെങ്കിലും ദിലീപിനെ അനുകൂലിച്ച് സംസാരിക്കാൻ തുടങ്ങിയതും ദിലീപ് അങ്ങനെ ചെയ്തിരിക്കാൻ ഇടയില്ല, വില്ലന്മാർ മറ്റാരെങ്കിലും ആകുമോ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതും. അതിനെതിരെയാണ് ചില ആളുകൾ വാളെടുത്ത് വീശുന്നത്. ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. ഇങ്ങനെ പ്രത്യക്ഷത്തിൽ തന്നെ കേസ് ലൈവായി നിൽക്കുകയാണ്.
വിചാരണ തുടങ്ങിയിട്ടില്ല, ഇയാളെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല, തെളിവുകളൊക്കെ മോശമാണ്, തെളിവുകളൊന്നും ഇല്ല എന്ന് കോടതി പറഞ്ഞിട്ടില്ല. കോടതി അയാൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചു, അറസ്റ്റ് തടഞ്ഞു. ഈ 2 നടപടിക്രമങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി ആരോപണങ്ങളും കേസും ഒക്കെ പ്രത്യക്ഷത്തിൽ അങ്ങനെ തന്നെ നിൽക്കുമ്പോഴാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം. ഇത് ഞാൻ എടുത്തു വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഇവൻ ഏതോ അന്തം കമ്മിയാണ്, ഇവൻ ഇങ്ങനെ പറയുന്നു എന്നല്ലേ പറയുള്ളൂ. പക്ഷേ UDF-ലെ ഘടകകക്ഷിയാണല്ലോ RSP-യുടെ മുതിർന്ന നേതാവും സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് കൃഷ്ണചന്ദ്രൻ അമ്പലപ്പുഴക്കാരൻ. അദ്ദേഹത്തിന്റെ FB പോസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ FB പോസ്റ്റ് വായിക്കുകയാണെങ്കിൽ വായിച്ചു നോക്കൂ നിങ്ങൾ. പാലക്കാട് ഒരു കടിയും കുടിയും, കടിക്ക് പകരം മൈക്ക്, ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അണ്ണാക്കിലോട്ട് മൈക്ക് തള്ളി വെച്ചിട്ട് മാധ്യമ ചോദിച്ച ചോദ്യമാണ്, ഇത്രയും ദിവസം എവിടെയായിരുന്നു രാഹുൽ? നിങ്ങൾ ഒളിവിലായിരുന്നു, എവിടെയായിരുന്നു ഒളിസങ്കേതം? നിങ്ങളെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തത്? ഇനിയും ഒളിവിൽ പോകുമോ എന്നൊക്കെയാണ് മാധ്യമ പ്രവർത്തകർ ചോദിച്ചത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ജനപ്രതിനിധി അദ്ദേഹം ധൈര്യശാലിയാണ്, ഒരു തർക്കവുമില്ല. ഇനിയിപ്പോ BJP-കാരോ കോൺഗ്രസ് CPM-കാരോ അയാളുടെ അല്ലെങ്കിൽ പ്രതിഷേധക്കാർ അയാളുടെ കാറിൽ കൊണ്ട് കോഴിയുടെ സ്റ്റിക്കർ ഒട്ടിച്ചെന്ന് പറഞ്ഞാലും അയാൾ ധീരനാണ്. അയാൾ വന്ന് വോട്ട് ചെയ്തു, കല്ല് പോലെ വന്ന് വോട്ട് ചെയ്തു. ഞാൻ ഇത്രയും തെറ്റ്, എനിക്കെതിരെ ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിലും അതൊക്കെ മാറ്റി കളഞ്ഞിട്ട് അയാൾ പുഞ്ചിരിച്ചു കൊണ്ടുവന്ന് ആൾക്കൂട്ടത്തിൽ ക്യൂ നിന്ന് വോട്ട് ചെയ്തിട്ട് പോയി. അപ്പോഴാണ് ഇവരുടെ ചോദ്യങ്ങൾ ശരിക്കും പരിഹാസ്യരാകുന്നത്. ഇവിടെ മാധ്യമ പ്രവർത്തകരാണ്, അവരുടെ മൂല്യമാണ്, അല്ലെങ്കിൽ മാധ്യമധർമ്മം, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ ശേഷിക്കുറവ്, എല്ലുറപ്പോടുകൂടി, നട്ടല്ലുറപ്പോടുകൂടി അയാളോട് ചോദിക്കണമായിരുന്നു, നിങ്ങൾ എന്നാണ് രാജിവെക്കുന്നത്? നിങ്ങൾ നിയമസഭയിൽ നിങ്ങൾക്ക് ഇനി എന്താണ് റോൾ എന്ന് ചോദിക്കുവാനുള്ള ആർജവം ഇവർ കാണിച്ചിട്ടില്ല. അതാണ് കൃഷ്ണചന്ദ്രന്റെ പോസ്റ്റിനകത്തും പ്രതിഫലിക്കുന്നത്. ഇങ്ങനെ തരംതാണ മാധ്യമ പ്രവർത്തനം UDF-ലെ അകത്തുനിന്ന് തന്നെ MLA വലിയ നേതാക്കൾ ചോദിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ധീരനാണെന്ന് ഞാൻ പറയാൻ കാരണം, ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ നിൽക്കുമ്പോഴും ജനാധിപത്യ പ്രക്രിയയിൽ അയാൾ വന്ന് വോട്ട് ചെയ്തു. ഈ മാധ്യമ പ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് അണ പൈസ കുറവില്ലാതെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ നല്ല ഒന്നാന്തരം മറുപടിയും കൊടുത്തിട്ട് അയാൾ പൊടിയും തട്ടി ചായയും കുടിച്ച് പോവുകയും ചെയ്തു. ശരിക്കു പറഞ്ഞാൽ നമ്മുടെ മാധ്യമ പ്രവർത്തകർ കുറെ കൂടി നട്ടല് കാണിക്കേണ്ടി